കാലത്തെ ധ്യാനത്തിനായിട്ട് ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 17 മുതലുള്ള വാക്യങ്ങളാണ് എടുത്തിരിക്കുന്നത്. അതിൽ ചില വാക്യങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഇപ്പോൾ കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിൽ 18-ാമത്തെ വാക്യം മുതൽ ഞാനൊന്ന് വായിച്ചു കൊള്ളട്ടെ. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടിവിപ്പിച്ചയപ്പാനും കർത്താവിൻ്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. പിന്നെ അവൻ പുസ്തകം മടക്കി ശുശ്രൂഷക്കാരന് തിരികെ കൊടുത്തിട്ടിരുന്നു. പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണ് അവങ്കൽ പതിഞ്ഞിരുന്നു. അവൻ അവരോട്, ഇന്ന് നിങ്ങൾ എൻ്റെ വചനം കേൾക്കയിൽ ഈ തിരുവെഴുത്തിന് നിവർത്തി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് തുടങ്ങി. We are gathered here today for the great 122nd celebration of the Maraman Convention. മരാമൺ കൺവെൻഷന്റെ 122ാമത് മഹാസമ്മേളനത്തിൽ പങ്കെടുപ്പാനായിട്ടാണല്ലോ നാം എല്ലാവരും ഇവിടെ ഇന്ന് ഒത്തുചേർന്നിരിക്കുന്നത്. But also in our biblical text today there is another great celebration of sorts. ഇതുപോലെയുള്ള വലിയ ഒരു ആഘോഷത്തിന്റെ ചരിത്രമാണ് ഇന്ന് നിങ്ങളെ വായിച്ച് കേൾപ്പിച്ച വേദഭാഗത്ത് അടങ്ങിയിരിക്കുന്നത്. Jesus has come home to Nazareth, the place where he has been brought up to preach his inaugural sermon. യേശു ക്രിസ്തു വളർന്ന സ്വന്തം പട്ടണത്തിലേക്ക് അവൻ സുവിശേഷം പ്രസംഗിപ്പാനായിട്ട് വന്നിരിക്കുന്നു എന്നുള്ള ആ ഒരു വലിയ സംഗതി തന്നെ. Luke, unlike Matthew and Mark, places this inaugural sermon of Jesus at the beginning of his Galilean ministry. മത്തായിയുടെയും മർക്കോസിന്റെയും സുവിശേഷത്തിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ ലൂക്കോസ് ഇതിനെ ഗലീലയിലുള്ള ശുശ്രൂഷയുടെ ആരംഭ ഭാഗത്താണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. It is clear that Luke wants to emphasize the role of Jesus as the anointed eschatological prophet filled with the Spirit. വരുവാനുള്ള അഭിഷേകം ചെയ്യപ്പെട്ട പ്രവാചകൻ, ആത്മാവിനാൽ ശക്തീകരിച്ച് നടത്തപ്പെടുന്ന പ്രവാചകൻ എന്നുള്ളത് ഊന്നി പറയുന്നതിന് വേണ്ടിയാണ് ലൂക്കോസ് ഇപ്രകാരം ശ്രദ്ധിച്ചിരിക്കുന്നത്. Thus it is not surprising that this one who was conceived by the Spirit, പരിശുദ്ധാത്മാവിനാൽ ഉളവായവൻ, anointed by the Spirit and led by the Spirit, പരിശുദ്ധാത്മാവിൽ അഭിഷക്തനായവൻ, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടവൻ, is now viewed in this 4th chapter as being empowered by the Spirit. ഇവിടെ പരിശുദ്ധാത്മാവിനാൽ ശക്തീകരിക്കപ്പെട്ടവനായി എന്ന് ഈ 4-ാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. In his opening chapters, Luke quickly moves us from the cosmic level. ഇവിടെ ലൂക്കോസ് ഇതിന്റെ ആദ്യ അധ്യായങ്ങളിൽ പ്രപഞ്ച തലങ്ങളിൽ സാത്താനുമായിട്ടുള്ള ആ ഒരു ഇടപാടിൽ നിന്ന് മാറി ഇപ്പോൾ where Jesus encounters the devil, അവിടെ സാത്താനുമായിട്ട് ഇടപെടുന്നതായുള്ള ആ ഒരു രംഗം വിവരിക്കുന്നുണ്ടല്ലോ പ്രപഞ്ച തലത്തിൽ നിന്നുകൊണ്ട്, to the human level where he encounters the hometown crowd. ഇവിടെ മാനുഷിക തലത്തിലേക്ക് കർത്താവ് ഇറങ്ങി വന്ന് താൻ വളർന്ന സ്വന്തം പട്ടണത്തിലുള്ള ആൾക്കാരുമായിട്ട് ഇടപെടുന്നത് അത്രേ നമ്മൾ വായിക്കുന്നത്. His fame preceded his arrival in Nazareth. അവൻ നസ്രയത്തിലേക്ക് വരുവാനായിട്ടുള്ള ആ വരവിന്റെ ശ്രുതി പലയിടത്തും പരന്നു. Because Luke says a report about him spread throughout all the surrounding country. ആ ചുറ്റുപാടുമുള്ള എല്ലാ പ്രദേശങ്ങളിലും അവനെക്കുറിച്ചുള്ള ശ്രുതി പരന്നിരുന്നു. Luke says Jesus began to teach in their synagogues and was praised by everyone. സിനഗോഗിൽ വന്ന് യേശു പ്രസംഗിക്കുകയും എല്ലാവരും ആ പ്രസംഗം കേട്ട് ദൈവത്തെ സ്തുതിക്കുകയും അവനെ പുകഴ്ത്തുകയും ചെയ്തിരുന്നു. So today Jesus has returned home to Nazareth. ഇന്ന് യേശു വളർന്ന സ്വന്തം പട്ടണത്തിലേക്ക് നസ്രയത്തിലേക്ക് വന്നിരിക്കുകയാണ്. Where he was brought up and made his way to the synagogue as was his custom. താൻ വളർന്ന പട്ടണത്തിൽ വന്നിട്ട് താൻ സാധാരണ ചെയ്യാറുള്ളതുപോലെ, താൻ പരിശീലിച്ചിട്ടുള്ളതുപോലെ സിനഗോഗിൽ ആരാധനയിൽ സംബന്ധിപ്പാനായി ചെന്നു. What a day! എത്ര അത്ഭുതകരമായ മഹത്തരമായ ഒരു ദിവസം. The hometown boy who has done well has returned home. ഞങ്ങളുടെ പട്ടണത്തിൽ വളർന്ന് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന പയ്യൻ ഇതാ വീണ്ടും ഞങ്ങളുടെ പട്ടണത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു.
He has returned home to preach, and the synagogue he frequently attended is packed. നേരത്തെ സ്ഥിരമായിട്ട് സംബന്ധിച്ചിരുന്ന സിനഗോഗില് ഇപ്പോഴിതാ പ്രസംഗിപ്പാനായിട്ട് അവൻ തിരിച്ചു വന്നിരിക്കുന്നു. Luke already told us his fame spread throughout the countryside and everyone was praising him. ഏതെല്ലാം സ്ഥലങ്ങളിൽ പോയിരുന്നു അവിടെയൊക്കെയും അവനെ ആളുകൾ വളരെയധികം പ്രകീർത്തിച്ചിരുന്നു എന്നുള്ളത് ലൂക്കോസ് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ട്. The synagogue was packed. അതുകൊണ്ടാകാം കർത്താവ് വന്ന സമയത്ത് സിനഗോഗ് മുഴുവനും ആളുകളാൽ നിറയപ്പെട്ടിരുന്നു. People love a winner and they love a spectacle. സാധാരണഗതിയിൽ ആളുകള് ജേതാക്കളെ എതിരേൽക്കാൻ വളരെ താല്പര്യമുള്ളവരാ. അത്ഭുതങ്ങൾ കാണുവാനും അവർക്ക് താല്പര്യമുണ്ട്. The late President John F. Kennedy said, "Everybody loves a winner." ജോൺ എഫ് കെന്നഡി അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്ന അദ്ദേഹം ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കും ജേതാക്കളെ ഇഷ്ടമാണ്. But, said Kennedy, failure is an orphaned child. എന്നാൽ പരാജയം എന്ന് പറയുന്നത് അനാഥ ബാലന്മാരെ പോലെയാണ്. Everybody in Nazareth wanted to be associated with Jesus on this day. ഈ ഒരു ദിവസം ഈ പട്ടണത്തിൽ ഉണ്ടായിരുന്ന നസ്രയത്തിൽ ഉണ്ടായിരുന്ന എല്ലാവരും യേശുവുമായിട്ട് ബന്ധപ്പെടുവാനായിട്ട് ആഗ്രഹിച്ചിരുന്നു. Because he is their successful hometown boy. എന്തുകൊണ്ടെന്നാൽ വിജയകരമായിട്ട് വീണ്ടും സ്വന്തം പട്ടണത്തിലേക്ക് വന്ന ഒരു വ്യക്തിയാണ് യേശുക്രിസ്തു. I read in the New York Times recently that modern day Nazareth is a city of 80,000 people. ന്യൂയോർക്ക് ടൈംസ് എന്ന് പറയുന്ന പത്രത്തിൽ ഈയിടെ ഞാൻ ഇപ്രകാരം വായിക്കുകയുണ്ടായി. ആധുനിക നസ്രയത്ത് എന്ന് പറയുന്നത് ഏതാണ്ട് 80,000 ആളുകളെ ഉൾക്കൊള്ളുന്ന ഒരു പട്ടണമാണ്. But in Jesus' day, Nazareth was a small village estimated to have a population of approximately 400 people. എന്നാൽ യേശുവിന്റെ സമയത്ത് ഈ നസ്രയത്ത് പട്ടണത്തിൽ ആകെ ഉണ്ടായിരുന്നത് ഏകദേശം 400 പേരോളമാണ്. So this hometown crowd knew Jesus and he knew them. ആളുകൾ വളരെ ചുരുക്കമായിരുന്നതുകൊണ്ട് അവർക്ക് എല്ലാവർക്കും അവരുടെ മധ്യേ വളർന്നു താഴുന്ന യേശു ക്രിസ്തുവിനെ നന്നായിട്ട് അറിയാമായിരുന്നു. They gladly turned out on that day to hear him preach. അതുകൊണ്ടാണ് വളരെ സന്തോഷത്തോടുകൂടി യേശുവിന്റെ പ്രസംഗം കേൾക്കാൻ അവരെല്ലാവരും വന്ന് ഒത്തുകൂടിയത്. They were saying to one another, അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞു തുടങ്ങി, our hometown boy is back. അതോ നമ്മുടെ കൂടെ വളർന്നതായിട്ടുള്ള നമ്മൾ വളർത്തിയതായിട്ടുള്ള യേശു ഇതാ തിരികെ നമ്മുടെ പട്ടണത്തിലേക്ക് തന്നെ വന്നിരിക്കുന്നു. Our favorite son is back in നമ്മുടെ Nazareth. പ്രിയപ്പെട്ട മകൻ ഇതാ നമ്മോടൊപ്പം വീണ്ടും തിരികെ വന്നിരിക്കുന്നു. He is back in the synagogue. അവൻ തിരികെ ഇതാ സിനഗോഗിലേക്ക് വന്നിരിക്കുന്നു. He is back to the friendly and the familiar. അവിടെ വളരെ പരിചിതമായ ഒരു സാഹചര്യത്തിലേക്കാണ് വീണ്ടും അവൻ വന്നിരിക്കുന്നത്. He is back to a day that used to be. എന്നാൽ മുമ്പുണ്ടായിരുന്ന അനുഭവത്തെ പോലെയുള്ള ഒരു പ്രത്യേക അവസരത്തിലേക്ക് അവൻ വീണ്ടും തിരികെ വന്നിരിക്കുകയാണ്. Not only were they back in the synagogue to hear him, അവനെ കേൾപ്പാനായിട്ട് അവർ സിനഗോഗിൽ ഒത്തുകൂടി എന്നുള്ളത് മാത്രമല്ല, but they were backing into the past. അവര് പഴയതിലേക്ക് തിരിഞ്ഞു നോക്കുകയും ചെയ്തു. With their eyes on the past. അവര് പഴയ കാര്യങ്ങളിലേക്ക് അവരുടെ കണ്ണുകളെ ഓടിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി ഓർമ്മയിൽ കൊണ്ടുവന്നു. For they thought Jesus was going to be a traditional hometown boy. അവർ വിചാരിച്ചു പണ്ടത്തെ പോലെ യേശു ക്രിസ്തു അവരോടുകൂടെ ചേർന്ന് നടക്കുന്ന പാരമ്പര്യമായ ബന്ധിതമായ ഒരു അനുഭവത്തിലുള്ള ഒരു പയ്യൻ തന്നെ ആയിരിക്കും എന്നുള്ളത് അവർ ഓർത്തു. Who bestowed favors and blessings on the hometown crowd. അവരുടെ സ്വന്തം പട്ടണത്തിൽ കർത്താവിന്റെ തന്നെ യേശുവിന്റെ തന്നെ പട്ടണമാണല്ലോ, അപ്പൊ അവിടെ ഉള്ളവർക്ക് ധാരാളമായ അനുഗ്രഹങ്ങളൊക്കെ ചൊരിഞ്ഞു കൊടുക്കുമെന്നാണ് അവർ ആശിച്ചിരുന്നത്. But if you listen to Jesus' inaugural sermon, എന്നാൽ യേശു ക്രിസ്തു പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ കേൾക്കുകയാണെങ്കിൽ, then you will understand why this adoring crowd will soon turn on Jesus and try to kill him. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും, ഇത്രയും സന്തോഷത്തോടെ സ്വീകരിച്ചതാൾ ഈ പട്ടണവാസികൾ അല്പസമയത്തിനുള്ളിൽ അവനെ കൊല്ലാനായിട്ട് മനം തിരിയുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു. Even though it is a brief sermon, this is no show and tell sermonette.
ഇത് വളരെ ലഘുവായിട്ടുള്ളൊരു പ്രസംഗമാണ് കർത്താവ് ചെയ്തത്. എന്നാൽ അതിന് വലിയ ആഡംബരമോ പ്രസക്തിയോ ഒന്നും എടുത്തു കാണിക്കത്തക്ക രീതിയിലുള്ള ഇല്ലായിരുന്നു. In tone to tickle the fancy of the hometown crowd. അവിടെ വന്നുകൂടിയിരുന്ന ജനങ്ങളെയൊക്കെയും അവർക്ക് സന്തോഷകരമായ ഒരു അനുഭവം അല്ലെന്നൊരിക്കൽ അവരെ ആശിക്കുന്നത് പോലെയുള്ള ഒരു പ്രത്യേകതയൊന്നും ഈ പ്രസംഗത്തിൽ ഇല്ലായിരുന്നു. We have here no bunch of sugary words intended to please the hometown crowd. അവരെ സന്തോഷിപ്പിക്കത്തക്ക മധുരമായ വാക്കുകളൊന്നും പ്രത്യേകിച്ച് ഇതിനോടുകൂടെ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടില്ല. This sermon is placed here by Luke at the beginning of Jesus' ministry for strategic purposes. ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ് ലൂക്കോസ് തന്റെ ഗലീലയിലുള്ള ശുശ്രൂഷയുടെ ആരംഭത്തിൽ ഇതിനെ പ്രത്യേകിച്ച് ചേർത്തിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. For in preaching this kind of sermon at the beginning of his ministry, ഈ ശുശ്രൂഷയുടെ ആരംഭത്തിൽ ഇതുപോലെയുള്ള പ്രസംഗങ്ങൾ പ്രസംഗിക്കുമ്പോൾ Jesus is notifying all interested parties, including the hometown crowd. അവിടെ തന്നെ സ്വീകരിച്ചിരിക്കുന്ന തന്റെ പട്ടണത്തിലുള്ള ആളുകളെ ഒക്കെയും ഉൾപ്പെടുത്തിക്കൊണ്ടുകൂടാണ് ഇത് പ്രസംഗിക്കുന്നത്. Exactly what kind of ministry he is going to have. എങ്ങനെയുള്ള ഒരു ശുശ്രൂഷയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് അവിടെ വ്യക്തമാക്കുന്നതും. And what kinds of people will be drawn to it or driven from it. എങ്ങനെയുള്ള ആളുകളാണ് ഇതിലേക്ക് ആകർഷിക്കപ്പെടുന്നത്, എങ്ങനെയുള്ള ആളുകളാണ് ഇതിൽ നിന്ന് അകന്നു പോകുന്നത് എന്നുള്ളതും അവിടെ വ്യക്തമാക്കുന്നുണ്ട്. The good news of Jesus Christ will either draw you or drive you. യേശു ക്രിസ്തുവിന്റെ വചനത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒന്നുകിൽ നിന്നെ ആകർഷിക്കും അല്ലെങ്കിൽ നിന്നെ അകറ്റും. Remember, everybody will not be happy to hear from Jesus. യേശുവിൽ നിന്ന് വചനം കേൾപ്പാനായിട്ട് എല്ലാവർക്കും ഒരുപോലെ വലിയ സന്തോഷമൊന്നുമില്ല. Simeon said to Mary in the temple that day, ശിമിയോന് ദേവാലയത്തിൽ വെച്ച് മേരിയോട് പറഞ്ഞത് ഇപ്രകാരമാകുന്നു: this child is destined for the falling and rising of many in Israel. ഈ പൈതല് ഇസ്രായേലിൽ പലരുടെ ഉയർച്ചയ്ക്കും പലരുടെ വീഴ്ചയ്ക്കും മുഖാന്തരമായി തീരും. Everybody will not be happy to hear from Jesus. യേശുവിൽ നിന്ന് കേൾപ്പാനായിട്ട് എല്ലാവർക്കും അത്ര സന്തോഷകരമായ ഒരു കാര്യമല്ല. Not then, not now. അന്നത്തെ കാലത്ത് മാത്രമല്ല ഇപ്പോഴത്തേതും അങ്ങനെ തന്നെയാണ്. This is really a pretty good sermon that Jesus preached to the hometown crowd. ഇത് ഞാൻ വളർന്നു വന്ന പട്ടണത്തിൽ പ്രസംഗിച്ച വളരെ മനോഹരമായ ഒരു ലഘു പ്രസംഗം തന്നെയാണ്. I teach preaching in the theological college where I am a professor. ഞാൻ പഠിപ്പിക്കുന്നതായുള്ള തിയോളജിക്കൽ കോളേജിൽ ഞാനൊരു പ്രൊഫസറായിട്ട് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. And I must tell you that as a preaching professor, I would be inclined to give Jesus a pretty good grade. ഞാൻ യേശുവിനെ പ്രസംഗിക്കുമ്പോൾ അതിനെക്കുറിച്ച് എൻ്റെ കുഞ്ഞുങ്ങളെയും വേണ്ട രീതിയിൽ ഞാൻ അത് പറഞ്ഞ് പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട്. യേശുവിൻ്റെ പ്രസംഗത്തിന് ആവശ്യമായിരിക്കുന്ന ഒരു നിലവാരവും കൊടുത്ത് ഞാൻ പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട്. And not just because he's Jesus. അത് യേശു ആയതുകൊണ്ടല്ല യേശുവിൻ്റെ പ്രസംഗത്തിന് ഞാനൊരു നിലവാരം കൊടുക്കുന്നത്. In my 21 years of preaching at the theological college, ഞാൻ 21 വർഷം തിയോളജിക്കൽ കോളേജിൽ പഠിപ്പിച്ചതായുള്ള അനുഭവത്തിൽ നിന്ന് I have had a few students who, because of their gifts and abilities, thought they were the Messiah. അവിടെ പഠിക്കുന്ന ആളുടെ ചില കുട്ടികൾക്ക് പ്രത്യേക ചില കഴിവുകളും സിദ്ധികളും ഒക്കെ ഉള്ളവരായിരുന്നു. എന്നാൽ അവർക്കൊരു വിചാരമുണ്ട്, അവരൊരു കുട്ടി മശീഹ ആയിട്ട് പലപ്പോഴും മാറിയോ എന്നൊരു ചിന്ത അവരിലുണ്ടായിരുന്നു. And thus I graded them pretty harshly. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ കർക്കശമായിട്ടാണ് അവരോട് ഇടപെട്ടത്. അവരുടെ പ്രസംഗത്തിന് ഞാൻ വലിയ നിലവാരമൊന്നും കൊടുത്തിരുന്നില്ല. But in critiquing this sermon of Jesus, എന്നാൽ ഈ പ്രസംഗത്തെ, യേശുവിൻ്റെ ഈ പ്രസംഗത്തെ നിരൂപണ ദൃഷ്ടിയോടുകൂടി നമ്മൾ നോക്കുമ്പോൾ I would be inclined to give Jesus a good grade. യേശു ക്രിസ്തുവിൻ്റെ ഈ പ്രസംഗത്തിന് നല്ല ഒരു നിലവാരം കൊടുപ്പാനായി ഞാൻ ആഗ്രഹിക്കുന്നു. As far as sermonic creativity, ആ ക്രിയാത്മകത കൊണ്ട് മാത്രമല്ല, it's all right. അതിൻ്റെ അങ്ങനെ കൊടുക്കുന്നതിലും തെറ്റില്ല. As far as originality, it will do. അതിൻ്റെ തനിമ കൊണ്ടും നന്മ കൊണ്ടും മാത്രമല്ല, even though it's a couple of quotes from different parts of Isaiah, യെശയ്യാ പ്രവചനത്തിൽ നിന്ന് വിവിധ ഉദ്ധരണികൾ ഉദ്ധരിച്ചിട്ടുണ്ട്. his use of illustrations are fitting and convincing. അവസരോചിതമായ പല ഉദാഹരണങ്ങളൊക്കെയും എടുത്തു പറഞ്ഞിട്ടുണ്ട്. Unlike some preachers today, he is clearly familiar enough with the prophets Elijah and Elisha to know the difference between the two. ഏലിയാവിനെയും ഏലിയ പ്രവാചകനെയും കുറിച്ച് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു പ്രസംഗകനായിരുന്നു യേശു ക്രിസ്തു. അവർ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളതും വളരെ വ്യക്തമായിട്ട് യേശുവിനെ അറിയാമായിരുന്നു. He is not verbose.
അദ്ദേഹം ഒരു വാചാലനൊന്നും അല്ലായിരുന്നു. His audience analysis is on target. അവിടെ കൂടിയിരുന്ന ജനങ്ങളെ ലക്ഷ്യമാക്കിയാണ് കർത്താവ് പ്രസംഗിച്ചത്. He has read the hometown crowd well. അവിടെ കൂടിയിരുന്ന ജനങ്ങളെ ശരിയായ രീതിയിൽ മനസ്സിലാക്കിയാണ് അവരോട് പ്രസംഗിച്ചിരുന്നത്. Jesus knows scripture. യേശു ക്രിസ്തു വചനം നന്നായി അറിയാവുന്ന വ്യക്തി തന്നെയായിരുന്നു. And he knows that the people to whom he is preaching know scripture. താൻ ആരോട് പ്രസംഗിക്കുന്നോ അവർക്കും നല്ലവണ്ണം വചനം അറിയാമെന്നുള്ള വസ്തുത യേശുവിന് അറിയാമായിരുന്നു. I would give Jesus a good grade because he took a well-worn Isaianic promise. യേശുവിന്റെ പ്രസംഗത്തിന് ഞാൻ നല്ലൊരു നിലവാരം എന്തുകൊണ്ടാണ് കൊടുക്കുന്നതെന്ന് അറിയാവോ? യെശയ്യായുടെ പ്രവചനത്തിലെ ഉദ്ധരണികൾ എടുത്ത് കർത്താവ് ചില സത്യങ്ങൾ അവിടെ വെളിവാക്കുന്നു എന്നുള്ളതാണ്. The Spirit of the Lord is upon me. ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ മേൽ വന്നു. A promise made in the long ago. ഇത് മുൻകൂട്ടി പ്രവചിച്ചിരുന്നതും വാഗ്ദാനം ചെയ്തിരുന്നതുമാണ്. Cheapened through overuse and repeated so often that it tended toward abstraction. പല ആവർത്തന വിരസത കൊണ്ടും അർത്ഥമില്ലാതെ ഇതിനെ വ്യാഖ്യാനിച്ചത് കൊണ്ടും ഒക്കെ പലപ്പോഴും ഇതിന്റെ ഉള്ളടക്കത്തിലെ അർത്ഥശൂന്യത ചിലപ്പോൾ വന്നു പോയിട്ടുണ്ടാകാം. Jesus takes that oft-repeated Isaianic promise. വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ള യെശയ്യാവിന്റെ ആ ഉദ്ധരണികൾ എടുത്ത് and he brings it home with such immediacy. ഇപ്പോൾ ഈ വചനം എങ്ങനെ യാഥാർത്ഥ്യമായി തീരുന്നു എന്നുള്ളത് അവിടുത്തെ ജനങ്ങൾക്ക് വ്യക്തമാക്കി കൊടുക്കുക അത്രേ ചെയ്യുന്നത്. Such urgency and such interpretive power. വളരെ തിടുക്കത്തോടുകൂടെ അത് വ്യാഖ്യാനിപ്പാനുള്ള ആധികാരികതയോടുകൂടിയാണ് വ്യാഖ്യാനിക്കുന്നത്. That the people who were praising him a few minutes earlier, അല്പ സമയം മുൻപ് വരെ തനിക്ക് സ്തുതി പാടിക്കൊണ്ടിരുന്ന ആളുകള് they rose up to kill him when they fully understood what he was saying. കർത്താവ് പറയുന്നത് എന്താണെന്ന് കേട്ട് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ യേശുവിനെ വിപരീതമായിട്ട് അവർ തിരികെയും അവനെ കൊല്ലുവാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നു. What a sermon. ഇത് എത്ര ശക്തമായ ഒരു പ്രസംഗമാണ്. Has your sermon made anyone want to kill you lately? നിങ്ങൾ പ്രസംഗിച്ചിട്ടുള്ള പ്രസംഗത്തിലൂടെ ആരെങ്കിലും നിങ്ങളെ തിരിച്ച് കല്ലെറിയാനോ കൊല്ലുവാനോ ഇതുവരെ വന്നിട്ടുണ്ടോ? Look what Jesus did in a few words. ചുരുങ്ങിയ ചില വാചകങ്ങളിൽ യേശു ക്രിസ്തു എന്താ ചെയ്തെന്നുള്ളത് നോക്കുക. How do you break it to the hometown crowd that you did not come to please them? ഈ തന്റെ പട്ടണത്തിലുള്ളവരോട് യേശു വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, നിങ്ങളെ സന്തോഷിപ്പിക്കാൻ മാത്രമല്ല ഞാൻ വന്നിരിക്കുന്നത്, but that you came to be faithful to the working out of God's redemptive purposes among them. ദൈവത്തിന്റെ രക്ഷണ്യ പ്രവർത്തനത്തിൽ സുവിശേഷത്തിൽ നിങ്ങൾ പങ്കാളികളാകുവാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. What pressure he must have been under to conform to their hopes and desires. അവരുടെ ഈ ചിന്തകൾക്ക് അനുസരിച്ച് പോയതായിരുന്നു എന്ന് വരികിൽ, അവരെ സന്തോഷിപ്പിക്കാനായിട്ടുള്ള ശ്രമം ചെയ്തതായിരുന്നു എന്ന് വരികിൽ അന്തം എന്തായിരുന്നു എന്നുള്ളത് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് അവരുടെ ആഗ്രഹത്തിന് വിധേയപ്പെടുന്നില്ല ഇവിടെ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. But no, Jesus preached the unvarnished truth to them. അവിടെ യേശു ക്രിസ്തു യാതൊരു കലർപ്പുമില്ലാത്ത രീതിയിൽ സത്യം എന്താണെന്ന് ഘോഷിക്കുക അത്രേ ചെയ്യുന്നത്. And in so doing, he greatly disappointed the hometown crowd. അങ്ങനെ ചെയ്തതിന്റെ ഫലമായിട്ട് തന്റെ സ്വന്തം പട്ടണത്തിലുള്ള ആളുകളൊക്കെ നിരാശയുള്ളവരായിട്ട് തീർന്നു. Once inside the synagogue with worship underway, ആരാധന നടക്കുന്ന സമയത്ത് സിനഗോഗിന്റെ ഉള്ളില് he stood up to read, and the scroll from the prophet Isaiah was handed to him. യെശയ്യാ പ്രവചനത്തിന്റെ ചുരുള് വായിപ്പാൻ യേശുവിന്റെ കയ്യിലേക്ക് കൊടുത്തു. One writer said, this is the only place in scripture where Jesus is portrayed as reading. ഒരു എഴുത്തുകാരൻ പറയുന്നത് യേശു ക്രിസ്തു വചനം വായിക്കുന്നതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന ഏക ഭാഗം ഇതാണ് എന്നാണ്. What a sight it must have been. എന്തോ ഒരു അത്ഭുതകരമായ ഒരു ദൃശ്യമാണത്. The word reading the word. വചനമായവൻ വചനം വായിക്കുന്നു.